ഹായ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ കോണ്ടൻറ് റൈറ്റിംഗ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്ക് ബുക്ക് റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം നല്ല നല്ല മലയാളം, ഇംഗ്ലീഷ് ബുക്സൊക്കെ വായിക്കുന്നതിൻ്റെ റിവ്യൂസ് ഇടാറുണ്ട്. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, മറിച്ച് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ഒരു കമ്പനീനെ സംബന്ധിച്ച് എത്രമാത്രം ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആണെന്നുള്ളതാണ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതായത് നമ്മുടെ ഒരു കമ്പനിയിലേക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എല്ലാ കമ്പനീസിലും തന്നെ ഉണ്ടാവും. നമ്മുടെ ലീഗൽ നിയമപരമായി നോക്കുമ്പം റിക്രൂട്ട്മെൻറ്റിന് ചില റൂൾസ് ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ട് റൂൾസും ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഗ്രോ ചെയ്യുന്നത് അവരുടെ എംപ്ലോയീസിനെ വെച്ചിട്ടാണ് അല്ലേ. കാരണം എംപ്ലോയീസ് ഇല്ലാതെ ഒരു കമ്പനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നല്ല എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എഡ്യൂക്കേഷൻ വൈസ് ക്വാളിറ്റിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ പറയുന്ന തിയറിറ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ കഴിവുള്ളവർ ഇത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വേണം നമ്മൾ കണ്ടുപിടിച്ചെടുക്കാനായിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിന് വേക്കൻസി വെച്ചാൽ അതിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് നമുക്കനുസരിച്ച് നമ്മുടെ ഒരു കമ്പനിയുടെ ഗോൾസ്, ഇൻറ്റൻഷൻ ഇതെല്ലാം അനുസരിച്ച് നമുക്ക് നല്ലൊരു കാൻഡിഡേറ്റിനെ എടുക്കുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ജോബാണ്. ഒരു കമ്പനിന് ഇപ്പോഴത്തെ ഒരു വർക്ക് കൾച്ചർ വെച്ചിട്ട്, അതായത് പണ്ടത്തെ ഒരു 2000-ലെ വർക്ക് കൾച്ചറല്ല ഇപ്പോഴത്തെ നമ്മുടെ കമ്പനീസിലുള്ളത്. ഇപ്പോൾ തന്നെ വർക്ക് മോഡൽസ് തന്നെ പല ടൈപ്പാണ്. അതായത് വർക്ക് ഫ്രം ഹോം ഉണ്ട്. കോവിഡ് വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം ജോബ്സ് കുറച്ചുകൂടി കൂടുതലായി തുടങ്ങി. പിന്നെ നമുക്ക് ഓഫീസ് ജോബുകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഹൈബ്രിഡ് ഉണ്ട്. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം ഓഫീസിൽ വരെ, ബാക്കിയുള്ള ദിവസം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ഹൈബ്രിഡ് മോഡൽസും അവൈലബിൾ ആണ്. ഒരു കമ്പനി ഈ വർക്ക് മോഡൽ മാത്രം ഫോളോ ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു കമ്പനിയുടെ ഗോളിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഹൈബ്രിഡ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതല്ല വർക്ക് ഫ്രം ഹോം കൊടുക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഓഫീസിൽ തന്നെ ഇരുന്ന് നോക്കാം. ഇനി ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ നല്ല ടാലൻറ്റഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഓഫീസിൽ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം കൊടുക്കാം. അവർ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേത് ഒരു സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പല വർക്ക് മോഡൽസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എംപ്ലോയീസിനെ സംബന്ധിച്ച് ജോബ് കുറച്ചുകൂടി ഈസിയാണ്. അതേസമയം ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോഴത്തേനും, അതായത് എംപ്ലോയീസിനെ റിറ്റൻഷൻ, അതായത് നിലനിർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ടാസ്ക്കാണ്. കാരണം ഇപ്പോൾ ഒരു കമ്പനിയുടെ വർക്ക് സ്പേസ് കുറച്ച് ടോക്സിക് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു സാലറി പാക്കേജ് ഇല്ലെന്നിരിക്കട്ടെ, അവർ വേറൊരു കമ്പനിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു പ്രോസസ്സ്, അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്താനായിട്ട്. അവരുടെ സാലറി എക്സ്പെക്റ്റേഷൻ എന്താണ്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്, നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത് രണ്ടും ഒരു ബാലൻസ്ഡ് റേഷ്യോയിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായി ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹൈലി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസിനെ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ഇപ്പോൾ 3 റൗണ്ടൊക്കെ ഉള്ള കമ്പനീസ് ഉണ്ട്. അപ്പം ഈ കറക്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സിലൂടെ നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ടാലൻസ്, അവരുടെ പ്രാക്ടിക്കൽ നോളജ് ഇതെല്ലാം നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അസസ് ചെയ്ത് നമുക്ക് ഹൈലി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ എംപ്ലോയി റിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എംപ്ലോയീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം വരെ നിലനിന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും വീണ്ടും ഹയറിങ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കമ്പനീനെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് കൂടുതലായിരിക്കും, ഹയറിംഗ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എംപ്ലോയീസിനെ റിറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് നല്ലൊരു വർക്ക് സ്പേസ് കൊടുക്കാം,
അവർക്ക് പറ്റിയൊരു പാക്കേജ് കൊടുക്കാം, നല്ലൊരു മെൻ്റൽ ഹെൽത്ത് കൊടുക്കുന്ന, അതായത് അതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർക്ക് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് എംപ്ലോയി റിറ്റൻഷൻ എന്ന് പറയുന്നത് സാധ്യമാകും. അപ്പം ഇതൊക്കെയാണ് HR റിക്രൂട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് ഒരു കമ്പനീനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ഇൻക്ലൂസീവ് വർക്ക് കൾച്ചറും കൊണ്ടുവരാം. അതായത് റിലീജിയൻ്റെ പേരിലോ എത്നിസിറ്റിയുടെ പേരിലോ ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ല, മറിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കൊലാബറേറ്റീവ് എൻവയോൺമെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ ഈ പറയുന്ന HR റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻസൈറ്റ് ആയിട്ട് തന്നതാണ്, പ്രത്യേകിച്ചൊരു പോയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞതല്ല, ജസ്റ്റ് ഒരു ഇൻസൈറ്റ് പോലെ തന്നതാണ്. ഇപ്പം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന HR റിക്രൂട്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് എംപ്ലോയി റിറ്റൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ ഇൻസൈറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു, ബൈ.